ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുന്ന അനവധി നീക്കങ്ങളാണ് പോയ വാരം അന്താരാഷ്ട്ര തലത്തിലുണ്ടായത്. ഗാസയിലെ യുദ്ധക്കുറ്റത്തിന്റെ പേരിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും അന്താരാഷ്ട്ര നീതിന്യായ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്നതാണ് അതിൽ പ്രധാനം. ഇതിനു പിന്നാലെ റാഫയിലെ ആക്രമണം ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേലിനോട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും ആവശ്യപ്പെട്ടു. പാലസ്തീനെ അംഗീകരിക്കാൻ 3 യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറായതും രാജ്യാന്തര സമൂഹത്തിൽ ഇസ്രായേലിന് തിരിച്ചടിയായി. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവിനെ അവഗണിച്ച ഇസ്രായേൽ റാഫയിൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയാണ് മറുപടി നൽകിയത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നിന്ന് ഇസ്രായേൽ പ്രതീക്ഷിച്ച വിധി തന്നെയാണ് ഉണ്ടായത്. തെക്കൻ ഗാസയിലെ അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന റാഫ നഗരത്തിലെ ആക്രമണം ഉടൻ അവസാനിപ്പിക്കണമെന്നാണ് ICJയുടെ ഉത്തരവ്. ഗാസയിലെ വിനാശകരമായ യുദ്ധത്തിന്റെ പേരിൽ ആഗോളതലത്തിൽ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താനാണ് വിധി. ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നുവെന്നാരോപിച്ച് ദക്ഷിണാഫ്രിക്ക കഴിഞ്ഞ ഡിസംബറിൽ സമർപ്പിച്ച കേസിൽ അടിയന്തര വിധി പറയുകയായിരുന്നു കോടതി. ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള അധികാരമേ അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്കുള്ളൂ. രാജ്യങ്ങൾ തമ്മിലുള്ള തർക്ക വിഷയങ്ങളിൽ വാദം കേട്ട് വിധി പറയാമെങ്കിലും അത് നടപ്പിൽ വരുത്താനുള്ള അധികാരം പക്ഷേ ICJയ്ക്കില്ല. അതുകൊണ്ട് തന്നെ ICJയുടെ ഉത്തരവിന് വാക്കുകൊണ്ടല്ല ഇസ്രായേൽ ആദ്യം മറുപടി കൊടുത്തത്. ഉത്തരവ് വന്ന് 10 മിനിറ്റിനുള്ളിൽ തന്നെ റാഫയിൽ ശക്തമായ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ മറുപടി നൽകി. ICJയുടെ ഉത്തരവ് പാലിക്കില്ലെന്ന് ആക്രമണത്തിലൂടെ മറുപടി നൽകുകയായിരുന്നു ഇസ്രായേൽ. റാഫയിലെ ഷബൂറ, ഡ്രൈ അൽബല, വടക്കൻ ജബലിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇസ്രായേൽ തുടർച്ചയായി വ്യോമാക്രമണം നടത്തി. ആക്രമണത്തിന്റെ തീവ്രത കാരണം രക്ഷാപ്രവർത്തകർക്ക് അഭയാർത്ഥി ക്യാമ്പുകളിൽ എത്താൻ സാധിച്ചില്ലെന്ന് സന്നദ്ധ പ്രവർത്തകർ വിദേശ മാധ്യമങ്ങളോട് പറഞ്ഞു. ആക്രമണത്തിനു ശേഷമാണ് ഇസ്രായേൽ വാക്കുകൊണ്ട് ICJയുടെ ഉത്തരവിന് മറുപടി നൽകിയത്. ലോകത്തെ ഒരു ശക്തിക്കും ഹമാസിനെ പിന്തുടരുന്നതിൽ നിന്ന് ഞങ്ങളെ തടയാനാകില്ല എന്നായിരുന്നു ഇസ്രായേൽ വക്താവിന്റെ പ്രതികരണം. കോടതി വിധി വ്യാജവും ധാർമ്മികതയ്ക്ക് നിരക്കാത്തതുമാണെന്നാണ് ഇസ്രായേൽ പ്രതികരിച്ചത്. ഗാസയിൽ സാധാരണക്കാരുടെ ജീവിത സാഹചര്യങ്ങളെ വിനാശകരമായി ബാധിക്കുന്ന തരത്തിൽ ആക്രമണം നടത്തിയിട്ടില്ലെന്നും ഇസ്രായേൽ പ്രതികരിച്ചു. ICJ ഉത്തരവിനെ ഹമാസ് സ്വാഗതം ചെയ്തുവെങ്കിലും ഗാസയിൽ എല്ലായിടത്തും ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ജീവകാരുണ്യ സഹായം എത്തിക്കാനായി ഈജിപ്തിനും റാഫയ്ക്കുമിടയിലുള്ള പ്രധാന കര അതിർത്തി തുറക്കണം, കോടതിയുടെ അന്വേഷണ സംഘത്തെ ഇസ്രായേൽ ഗാസയിലേക്ക് കടത്തിവിടണം എന്നിവയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവ്. ഉത്തരവ് നടപ്പാക്കിയോ ഇല്ലയോ എന്ന് 1 മാസത്തിനുള്ളിൽ ഇസ്രായേൽ ICJയ്ക്ക് മറുപടിയും നൽകണം. 15 അംഗ ജഡ്ജിമാരിൽ 13 പേർ വിധിയെ അനുകൂലിച്ചു. യുഗാണ്ടയിൽ നിന്നും ഇസ്രായേലിൽ നിന്നുമുള്ള ജഡ്ജിമാർ വിധിയെ എതിർത്തു. കടുത്ത ക്ഷാമത്തിലൂടെ കടന്നുപോകുന്ന ഗാസയിൽ ഭക്ഷ്യവിതരണം തടയരുതെന്ന ഇസ്രായേലിനോട് മാർച്ച് മാസത്തിൽ കോടതി ഉത്തരവിട്ടിരുന്നു. ഇത് പാലിച്ചില്ല എന്നു മാത്രമല്ല, സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ റാഫയിൽ സൈനിക നടപടി അനിവാര്യമാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നിന്ന് ഉത്തരവ് വരുന്നതിന് തൊട്ടുമുൻപ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്ന് മറ്റൊരു തിരിച്ചടി കൂടി ഇസ്രായേലിനുണ്ടായി. ഗാസയിലെ യുദ്ധക്കുറ്റത്തിന്റെ പേരിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും ഗാസയിലെ ഹമാസ് തലവൻ യഹ്യ സിൻവാറിനും ഹേഗ് ആസ്ഥാനമായുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാൻ ഒരുങ്ങുന്നതായുള്ള വാർത്തയാണ് മെയ് 20-ന് പുറത്തുവന്നത്. ഇരുവർക്കുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കണമെന്ന് ചീഫ് പ്രോസിക്യൂട്ടർ കരീം ഖാൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. ഇവർക്ക് പുറമെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ്, ഹമാസ് നേതാക്കന്മാരായ ഇസ്മായിൽ ഹനിയെ, മുഹമ്മദ് മസ്രി എന്നിവർക്കെതിരെയും അറസ്റ്റ് വാറന്റിന് ഉത്തരവിടണമെന്നാണ് കരീം ഖാന്റെ അപേക്ഷ. ഇവർ ഗാസയിൽ യുദ്ധക്കുറ്റങ്ങൾ ചെയ്തതിന് വിശ്വസനീയമായ തെളിവുണ്ടെന്നാണ് ഖാൻ ചൂണ്ടിക്കാട്ടിയത്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജഡ്ജിമാരുടെ പ്രത്യേക പാനൽ വിഷയത്തിൽ തീരുമാനം പ്രഖ്യാപിക്കും. ഇതിന് ആഴ്ചകളോളം വേണ്ടി വന്നേക്കാം. നേരത്തെ യുക്രൈൻ ആക്രമണത്തിന്റെ പേരിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. അതേസമയം കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങളിൽ മാത്രമേ കോടതിക്ക് അധികാരം പ്രയോഗിക്കാൻ കഴിയൂ. റഷ്യയും ഇസ്രായേലും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുമായി കരാറിൽ ഒപ്പിട്ടിട്ടില്ല. എന്നാൽ വാറന്റുള്ള വ്യക്തികൾ കരാറിൽ ഒപ്പിട്ട രാജ്യങ്ങളിൽ പ്രവേശിച്ചാൽ അറസ്റ്റ് ചെയ്യപ്പെടാം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നീക്കത്തെ ഇസ്രായേലും ഹമാസും വിമർശിച്ചു. ICC പ്രോസിക്യൂട്ടറുടെ ആവശ്യം ചരിത്രപരമായ നാണക്കേടാണെന്നാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞത്. ഈ നാണക്കേട് എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രോസിക്യൂട്ടറുടെ നീക്കം ഇരയെയും കൊലയാളിയെയും തിരിച്ചറിയാതെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതാണെന്ന് PLO പ്രസ്താവനയിൽ പറഞ്ഞു. എന്നാൽ ഇസ്രായേൽ നേതാക്കൾക്കെതിരായ അറസ്റ്റ് വാറന്റിനുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നീക്കത്തെ തള്ളുന്നതായി US പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചു. ഇസ്രായേലും ഹമാസും ഒരുപോലെയല്ലെന്നും അറസ്റ്റ് വാറന്റ് അംഗീകരിക്കാനാകില്ലെന്നും ബൈഡൻ പറഞ്ഞു. വൈറ്റ് ഹൌസിൽ
ജൂത അമേരിക്കൻ പൈതൃക മാസ പരിപാടിയിലാണ് ബൈഡന്റെ ഈ പ്രതികരണം. വംശഹത്യ ആരോപിച്ച് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക നൽകിയ പ്രത്യേക കേസിലും ഇസ്രായേലിനെ അനുകൂലിച്ച് ബൈഡൻ രംഗത്തെത്തിയിരുന്നു. ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നില്ലെന്നും പ്രതിരോധം മാത്രമാണ് നടത്തുന്നതെന്നാണ് ബൈഡന്റെ അഭിപ്രായം. നെതന്യാഹുവിനെതിരായ നീക്കം ആക്രമണമാണെന്നും അംഗീകരിക്കാനാകില്ലെന്നുമുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് US. സമാന പ്രതികരണവുമായി ബ്രിട്ടനും ഓസ്ട്രിയയും ചെക്ക് റിപ്പബ്ലിക്കും ഇറ്റലിയും രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഫ്രാൻസും ബെൽജിയവും ക്രിമിനൽ കോടതിയുടെ നീക്കത്തെ പിന്തുണച്ചു.